ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയാണ് പരീക്ഷ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ധൃതിയിൽ തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാകും. എന്തായാലും എത്ര ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാലും ചെറിയ രീതിയിലെങ്കിലും ടെൻഷൻ ഉണ്ടാകും ആത്മാർത്ഥമായിട്ട് പഠിച്ചവർക്ക്. അപ്പോൾ എന്തായാലും കൂടുതൽ കോംപ്ലിക്കേഷൻ ലെസ്സിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസാന നിമിഷം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ പെട്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം ഇവിടെ നോക്കിയാൽ മതി. ഓക്കെ, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം മുൻകാല ചോദ്യമാണ്. കഴിഞ്ഞ 2023 നടന്നിട്ടുള്ള പല പരീക്ഷകളിൽ UP എക്സാമിൻ്റെ LP എക്സാമിൻ്റെ പരീക്ഷകളിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ് ഇവിടെ മലയാളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നമ്മുടെ സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഈ കഴിഞ്ഞ പരീക്ഷയിൽ എടുത്താണ്, 2023 കഴിഞ്ഞ പരീക്ഷകളിൽ എടുത്തിട്ടുള്ളതാണ്. NCAയിലേക്കുള്ള നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ആ ചോദ്യങ്ങളെന്ന് മാത്രം ഇവിടെ നോക്കിയാൽ മതി. ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും തന്ന് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല. ഓക്കെ, ചോദ്യം ഉത്തരം ആ രീതിയിലേക്ക് തന്നെ നമുക്ക് പോകാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്തോളൂ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യുക, സമയം വേസ്റ്റ് ആക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്, പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നോക്കുക. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതി രചിച്ചത് ആര്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായിട്ടുള്ള വാസനാവികൃതി രചിച്ചത് ആരാണ്? നോക്കുക. ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോനാണോ, കാരൂർ നീലകണ്ഠ പിള്ളയാണോ, വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാറാണോ, CB രാമൻ പിള്ളയാണോ? ആരാണ് വാസനാവികൃതി രചിച്ചിട്ടുള്ളത്? പെട്ടെന്ന് പറഞ്ഞോളൂ, കമൻറ്റ് ചെയ്തോളൂ. ആരാണ്? യെസ്, വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാർ അല്ലേ? ഓപ്ഷൻ C ആണ് കേട്ടോ. ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ C ആണ്. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്ത 2, ഭാഷയെ വാചിക ശ്രേഷ്ഠ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്കിന്നർ ആണോ, ജോൺ ലോക്ക് ആണോ, നോം ചോസ്കി ആണോ, മാക്സ് വെർത്തിമർ ആണോ? ആരാണ്? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്കിന്നർ, ജോൺ ലോക്ക്, നോം ചോസ്കി, മാക്സ് വെർത്തിമർ. ആരാണ്? സ്കിന്നർ ആണ് അല്ലേ? ഓപ്ഷൻ A ആണ്. ഇതൊക്കെ മുൻകാലത്ത് ചോദിച്ച ചോദ്യം കേട്ടോ. ഓക്കെ, ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ച് സ്കിന്നർ ആണ്. ജസ്റ്റ് ഓർത്തെടുക്കുക. അടുത്ത 3, രചനാനന്തര പ്രജനന വ്യാകരണം അഥവാ സർവഭാഷാ വ്യാകരണം ആരുടെ ആശയമാണ്? എന്താണ് ക്വസ്റ്റ്യൻ? രചനാനന്തര പ്രജനന വ്യാകരണം അഥവാ സർവഭാഷാ വ്യാകരണം എന്നത് ആരുടെ ആശയമാണ്? സ്കിന്നർ, ജോൺ ലോക്ക്, നോം ചോസ്കി, മാക്സ് വെർത്തിമർ. ആരാണ്? എന്താണ് ക്വസ്റ്റ്യൻ? സർവഭാഷാ വ്യാകരണം ആരുടെ ആശയമാണ്? യെസ്, നോം ചോസ്കി അല്ലേ? യെസ്, നോം ചോസ്കി ആണ് കേട്ടോ. ഓപ്ഷൻ C ആണ് ഉത്തരം. ഓപ്ഷൻ C, നോം ചോസ്കി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ശരിയായ വാക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായ വാക്ക് കണ്ടെത്താനായിട്ട് നോക്കുക. നിഘണ്ടു, അടിമത്വം, പതിവ്രത, കവിത്രയം. ഓക്കെ, തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള വാക്ക് എന്നുള്ളതാണ് നോക്കുക. നിഘണ്ടു, അടിമത്വം, പതിവ്രത, കവിത്രയം. പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ. നിങ്ങൾ കറക്റ്റായിട്ടുള്ളത് നോക്കിക്കോ. ആ ബാക്കിയുള്ളതിനെയും കൂടെ ശരിയാക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. തെറ്റായിട്ടുള്ളതിനെ എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നുള്ളത് കൂടി ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ എഴുതുമ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. നിങ്ങളൊന്ന് എഴുതി നോക്കൂ. ഓരോ വാക്കും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലേ? നോക്കുക. നിഘണ്ടു ഇങ്ങനെയാണോ എഴുതുക? അല്ലല്ലോ അല്ലേ? നോക്കുക. നിഘണ്ടു ഇങ്ങനെയല്ലേ നമ്മൾ നിഘണ്ടു എന്ന് എഴുതുക അല്ലേ? നിഘണ്ടു. ഓക്കെ, അപ്പോൾ എന്താണ്? ഇത് തെറ്റാണ് അല്ലേ? ഇത് തെറ്റാണ്. ഈ ഒരു ഓപ്ഷൻ അല്ല. ഇനി അടുത്ത അടിമത്തം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അടിമത്തം എങ്ങനെയാണ് നമ്മൾ എഴുതുക? നോക്കുക. അടിമത്തംലല്ലേ? അടിമത്തം എന്നാണ് എഴുതുക. അടിമത്തം എന്നല്ല, ഇത് ഈ ഭാഗം അല്ല അല്ലേ? അടിമത്തം എന്നാണ് എഴുതുക. ഇനി പതിവ്രത എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, പതിവ്രത. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി പതിവ്രത നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ. പതിവ്രത എന്നിങ്ങനെയല്ലേ എഴുതുക? ഇതെന്താണ്? പതിവ്യത എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ? ഇത് തെറ്റാണ്. നോക്കുക, എനിക്ക് കവിത്രയം എന്നുള്ളത് എന്താണ്? കവിത്രയം ശരിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ കവിത്രയം ശരിയാണ്. ബാക്കി എന്താണ്? ബാക്കി എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് അതിനകത്ത് നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 4ാമത്തെ ഉത്തരം D ആണ്. 5ലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇതിനകത്ത് വന്നിട്ടുള്ളത് എല്ലാം ഏകദേശം ഒരുപോലെയാണ് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ ശരിയായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ഇത്തിരി നമ്മൾ കൺഫ്യൂസ് ആയി പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ഈ വാക്ക് എഴുതുക? നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണെങ്കിൽ അതുപോലെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കത് തെറ്റാട്ടോ. എല്ലാ ഇതിലും അത് ശരിയാവണമെന്നില്ല. നോക്കുക, ഇവിടെ പറയുന്നില്ല ശരിയായിട്ടുള്ളത്. ഉദ്ബോധനം. ഇത് മുൻപ് നമ്മുടെ മലയാളത്തിൻ്റെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തതായിട്ട് എനിക്കൊന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഉദ്ബോധനം ഏതാണ്? നോക്കുക. ഓപ്ഷൻ D ഇതാണ് കേട്ടോ. ഉദ്ബോധനം എന്ന് എഴുതി നോക്കുക. എഴുതി വെച്ച് വെക്കുക. ഉദ്ബോധനം ഓപ്ഷൻ C ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, സോറി, D ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, 5. ഇനി 6ാമത്തെ നോക്കൂ. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്നുള്ള വരി എഴുതിയത് ആര്? വരികൾ ചോദിക്കുമല്ലോ അല്ലേ? ഇത് മുൻപൊരു പരീക്ഷ ചോദിച്ചാണ്. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്നുള്ള വരി എഴുതിയത് ആര്? പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്ന് പറയുന്ന വരി എഴുതിയത് ആര്? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ചങ്ങമ്പുഴ. ആരാണ്? പൂക്കുന്നിതാമുല്ല
പൂക്കുന്നിലഞ്ഞി എന്ന് പറയുന്നത് കുമാരനാശാൻ്റെയാണ് കേട്ടോ. കുമാരനാശാൻ്റെയാണ് പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്ന് പറയുന്ന എഴുതിയിട്ടുള്ള കുമാരനാശാനാണ്. ഇനി അടുത്ത 7ാമത്തെ നോക്കൂ. ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത്? കഴിഞ്ഞ LP UP ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതിനകത്ത് നിർത്തിയിട്ടുള്ളതാണ്. ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത്? പുരാണ കഥകളും സംഭവങ്ങളും ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു. ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു. ഭക്തിയിൽ ചാലിച്ച കവിത നിർമ്മിച്ചു. തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, പെട്ടെന്ന് എഴുതിക്കോ. ചോദ്യം ഇതാണ്: ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഉത്തരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കുക. ഓപ്ഷൻ ബി, ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായിട്ട് കൂട്ടിയിണക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരവായിട്ട് വരുന്നത്. ചിലർ ഈ തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ പെട്ടെന്ന് പോകും. പക്ഷെ നമുക്കിവിടെ PSI ഉത്തരപ്രകാരം ഇതാണ് വന്നിട്ടുള്ളത്, ഓപ്ഷൻ ബി ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 8 നോക്കൂ. കുമാരനാശാൻ്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. കുമാരനാശാൻ്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഏത് എന്നാണ്. നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, വീണപൂവ്. ഏതാണ്? പെട്ടെന്ന് എഴുതിക്കോ. ഓക്കെ, അപ്പോൾ 1907 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏതാണ് ജൈനിമേടി വെച്ചിട്ട് അദ്ദേഹം എഴുതിയൊരു ഇതുണ്ടല്ലോ, ഏതാണ്? വീണപൂവാണ് അല്ലേ. ഓക്കെ, അപ്പോൾ വീണപൂവാണ് ഉത്തരം കേട്ടോ. അടുത്തത് 9, പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയ്ക്കായിട്ട് ഹെർമൻ ഗുണ്ടർട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏതാണ്? ഗുണ്ടർട്ട് നിഘണ്ടു, പാഠമാല, മലയാള വ്യാകരണം, കേരള പാണിനീയം. എന്താണ് ചോദ്യം? ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയ്ക്കായിട്ട് ഹെർമൻ ഗുണ്ടർട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏതാണ്? ഗുണ്ടർട്ട് നിഘണ്ടു, പാഠമാല, മലയാള വ്യാകരണം, കേരള പാണിനീയം. ഏതാണ്? സിമ്പിൾ അല്ലേ? കമൻറ്റ് ചെയ്തോളൂ. യെസ്, ഓപ്ഷൻ എ ഗുണ്ടർട്ട് നിഘണ്ടു ആണ് കേട്ടോ. ഓക്കെ, അടുത്ത 10 നോക്കൂ. ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏതാണ്? 2023 പരീക്ഷയിൽ ഉണ്ടായിരുന്നതാണ്. ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏതാണ്? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, തളിര് സാഹിത്യ അക്കാദമി. ഏതാണ്? നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടില്ലേ? ബാലസാഹിത്യ മേഖലയ്ക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓപ്ഷൻ ബി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇവിടുത്തെ ശരി. ജസ്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 11 കരകവിയുക എന്ന ശൈലിക്ക് യോജിക്കുന്ന അർത്ഥം ഏതാണ്? കരകവിയുക എന്ന ശൈലിക്ക് യോജിക്കുന്ന അർത്ഥമാണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. വർദ്ധിക്കുക, വിനാശം സൃഷ്ടിക്കുക, കളഞ്ഞു കുളിക്കുക, സന്തോഷിക്കുക. വർദ്ധിക്കുക, വിനാശം സൃഷ്ടിക്കുക, കളഞ്ഞു കുളിക്കുക, സന്തോഷിക്കുക. എന്താണ്? കരകവിയുക എന്ന ശൈലിക്ക് യോജിക്കുന്ന അർത്ഥം അല്ലേ? ഏതാണ്? കരകവിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ധിക്കുക എന്നുള്ള അർത്ഥമല്ലേ കറക്റ്റായിട്ട് അവിടെ വരുന്നത്? യെസ്, ഓപ്ഷൻ എ വർദ്ധിക്കുക. കരകവിയുക എന്ന ശൈലിക്ക് യോജിക്കുന്ന അർത്ഥം വർദ്ധിക്കുക. അടുത്ത നോക്കൂ. 12 ഭിത്തിക എന്ന ചിഹ്നം എന്തിനു ഉപയോഗിക്കുന്നു? മലയാളത്തിൽ ചിഹ്നങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഭിത്തിക എന്ന് പറയുന്ന ചിഹ്നം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ എന്താണ് ഭിത്തിക എന്ന് അറിഞ്ഞാലല്ലേ നമുക്കത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, ഇപ്പോൾ കാഗു, രോദിനി, അങ്ങനെ ഒരുപാട് ചിഹ്നങ്ങളുണ്ടല്ലോ അല്ലേ? ഈ ചിഹ്നങ്ങളൊക്കെ എന്തിനാണ്? വിരാമം, അർദ്ധവിരാമം, ഇതൊക്കെ പഠിച്ചു വെക്കുക കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ സംക്ഷേപിച്ച് പറയുന്നതിന് ഓപ്ഷൻ ബി നോക്കുക. മറ്റാരുടെയെങ്കിലും സംഭാഷണ ശകലം എടുത്തു പറയുന്നതിന്, പദത്തെ മുറിച്ച് 2 വരികളിലായി എഴുതുന്നതിന്, സമപ്രധാനമായ 2 വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിന്. അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന ഭിത്തിക എന്ന് പറയുന്ന ചിഹ്നം ഉപയോഗിക്കുന്നത്? എന്തിനാണ്? പെട്ടെന്ന് എഴുതിക്കോ. ഓക്കെ, എന്താണ് ഭിത്തിക? കോളൻ അല്ലേ? അല്ലേ, കോളൻ അല്ലേ? 2 കുത്തല്ലേ കോളൻ? അതെന്താണ്? നമ്മൾ സമപ്രധാനമായിട്ടുള്ള 2 വാക്കുകൾക്കിടയിൽ അല്ലേ? അപ്പോൾ ഇതിനും സമപ്രധാനമാണ്. 2 പ്രധാനമുള്ള സമപ്രധാനമായിട്ടുള്ള വാക്കുകൾക്ക് ഇടയിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? കോളൻ അഥവാ ഭിത്തിക ഉപയോഗിക്കുന്നത്. ചിഹ്നങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ രീതിയിലും ചോദ്യങ്ങൾ വരാം. ഓക്കെ, അടുത്തത് OV വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടി. OV വിജയൻ്റെ ആണ് ചെങ്ങന്നൂർ വണ്ടി എന്ന് പറയുന്നത്. ആ ചെങ്ങന്നൂർ വണ്ടി എന്ന് പറയുന്ന ചെറുകഥയാണത്. ആ ചെറുകഥയുടെ പ്രമേയമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലായി OV വിജയൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ചെങ്ങന്നൂർ വണ്ടി. ആ കൃതി എന്താണ്? അതൊരു ചെറുകഥയാണ് എന്നുള്ള ഒരു 3 ചോദ്യം നമുക്കിവിടെ കിട്ടി. ഇനി 4ാമത് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നു. അതിലെന്താണ്? പ്രമേയത്തെക്കുറിച്ചിട്ടാണ്. നോക്കുക. അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയും, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മകനെ കാണാൻ പോകുന്ന പിതാവിൻ്റെ ചിന്തകൾ. ഓപ്ഷൻ സി മരണാനന്തര ക്രിയകൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു മനുഷ്യൻ തൻ്റെ അന്ത്യനിമിഷങ്ങളെ പുനഃസൃഷ്ടിക്കുന്നു.
പാഴുതറയിൽ കർഷകരുടെ വൈവിധ്യപൂർണ്ണമായ ജീവിതാവിഷ്കാരം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് പ്രമേയം മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ അല്ലേ. കാരണം ആ ചെറുകഥയുടെ പ്രമേയം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കഥകളെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയുമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, അടുത്ത് 14 നോക്കൂ. MT വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓക്കെ, അതായത് നോക്കുക, നിരൂപണം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, യാത്രാ വിവരണം അല്ലേ. നമുക്കിതൊക്കെ പഠിക്കാനുണ്ടല്ലേ. വൈജ്ഞാനിക എന്താണ് സാഹിത്യത്തെക്കുറിച്ചാണെങ്കിലും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ സിലബസിനകത്തുണ്ട്. സോ അത് റിലേറ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. MT വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതാണ്? ബാലസാഹിത്യമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അതും പഠിച്ചില്ലായില്ലേ. ഇനി അടുത്തത് 15. പ്രകൃതി വിലാസം എന്നത് ഘടകപദങ്ങളാക്കുമ്പോൾ പ്രകൃതിയാകുന്ന വിലാസം, പ്രകൃതിയുടെ വിലാസം, പ്രകൃതിയും വിലാസവും, പ്രകൃതി പോലുള്ള വിലാസം. ഓക്കെ, പ്രകൃതിയാകുന്ന വിലാസം, പ്രകൃതിയുടെ വിലാസം, പ്രകൃതിയും വിലാസവും, പ്രകൃതി പോലുള്ള വിലാസം. എന്താണ് പ്രകൃതി വിലാസം എന്നത്? ഘടകപദങ്ങളാക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്? പ്രകൃതി പോലുള്ള വിലാസം അല്ലേ. പ്രകൃതി പോലുള്ള വിലാസം എന്നുള്ളതാണ്. നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. നമുക്ക് 10 ക്വസ്റ്റ്യൻസ് എവിടെ വരുള്ളൂ? ഓക്കെ, നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ മുൻകാലങ്ങളിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾക്ക് കുറച്ച് എളുപ്പമല്ലാത്ത രീതിയിൽ, എന്നാൽ പുതുതായിട്ട് പരിചയപ്പെടുന്ന രീതിയിലാണെങ്കിലും, അതായത് PQ നോക്കാത്തവർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാകട്ടെ. ഈ രീതിയിലേക്കൊക്കെയാണ് മുൻകാലങ്ങളിൽ ചോദിച്ചില്ല. കാരണം ഈ പരീക്ഷയുടെ ഇപ്പോൾ കഴിഞ്ഞ UP പരീക്ഷയുടെ മലയാളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. കുറച്ച് ചിലർക്ക്, ഒരുപാട് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. കാരണം അത് മലയാളം മാത്രമേ അവിടെ ബുദ്ധിമുട്ടായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് കുറച്ച് സൈക്കോളജിയൊക്കെ 20 നേടിയവരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖല എന്തായാലും ടൈറ്റ് ആക്കും. അപ്പോൾ അതിന് മുമ്പുള്ള പരീക്ഷയ്ക്കാണ് ചിലർക്ക് മാത്സ് ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ UP പരീക്ഷയായാലും LP പരീക്ഷയൊക്കെ ആയാലും നിങ്ങൾക്ക് നോക്കുക, മനസ്സിലാകും. ചിലപ്പോൾ ഓരോ സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ടൈറ്റ് ആക്കും. പക്ഷേ ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, സിമ്പിളാക്കി തരും. അപ്പോൾ സിമ്പിളിലേക്ക് നമ്മൾ പോവില്ല, നമ്മൾ ടൈറ്റ് ആക്കിയതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അങ്ങനെ പറയേണ്ട, നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്നത് ആദ്യം നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ, നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ GKയിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നില്ല. ചിലർ സൈക്കോളജി അവർക്ക് കോൺഫിഡൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർ വേഗം സൈക്കോളജി ആദ്യം എഴുതാൻ നോക്കുക. ചിലർ മാത്സ് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ മാത്സ് കിട്ടിക്കഴിഞ്ഞാൽ മാത്സ് 15 മാർക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പോൾ GKയിൽ കുറച്ചുകൂടി എളുപ്പമാണ്. GK എനിക്ക് എളുപ്പം കിട്ടുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ GK നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ അല്ല 1 തൊട്ട്, ചിലർ 1 തൊട്ട് കറക്റ്റായിട്ട് എഴുതി വരുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ രീതിയാണ്. നിങ്ങളുടെ രീതി എങ്ങനെയാണോ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. പുതിയൊരു രീതി കൊണ്ടുവന്ന് വീണ്ടും സമയനഷ്ടം ഉണ്ടാക്കാതിരിക്കാനാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നാളെ പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. താങ്ക് യു.